ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അയോധ്യാകാന്ഡം 2ാം ഭാഗമാണ്. 1ാം ഭാഗം നമ്മൾ ഇട്ടിരുന്നു. കേൾക്കാത്തവരെല്ലാവരും തന്നെ അത് കേൾക്കണം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അമ്മയുടെ അനുഗ്രഹം തേടാനായിട്ട് അമ്മയുടെ ഗൃഹത്തിലെത്തിയതായിട്ടും അവിടെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടിയതായിട്ടും പറഞ്ഞു. പട്ടാഭിഷേക ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഖമായി ആ രാത്രി കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു. അച്ഛൻ പറഞ്ഞ വാക്കുകളോർത്ത് രാമൻ ആനന്ദിച്ചു. ഭക്തിയോടെ പിതൃപാദങ്ങളിൽ വന്ദിച്ചു. അച്ഛൻ മകനെ ആശീർവദിച്ചു. എന്നിട്ട് മകനോട് ഈ വണ്ണം പറഞ്ഞു: ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ചെയ്ത കർമ്മങ്ങളെപ്പറ്റി പറയാം. ദേവന്മാരെ യജ്ഞം കൊണ്ടും പിതൃക്കളെ ശ്രാദ്ധം കൊണ്ടും തൃപ്തിപ്പെടുത്തി രാജാവായി അഭിഷേകം ചെയ്തു. യജ്ഞഫലമായാണ് നിന്നെ മകനായി കിട്ടിയത്. രാജധർമ്മം നടത്തുവാൻ നിന്നെ രാജാവാക്കുകയാണ്. എനിക്ക് വാർദ്ധക്യമായി ഏത് സമയത്തും മരിക്കാം. ഞാൻ നിനക്ക് രാജഭാരം നൽകുന്നു. എല്ലാവരെയും പരിപാലിക്കണം. സ്വപക്ഷത്തെ വളർത്തണം. ശത്രുക്കളെ സംഹരിക്കണം. എങ്കിലും ഞാൻ ഇന്ന് ദുസ്വപ്നത്തിൽ ദുർനിമിത്തങ്ങൾ കണ്ടു. ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊള്ളിയാൻ വീണു. പൂർണ്ണ ചന്ദ്രഗ്രഹണം, അമാവാസി നാൾ. ഇത് വളരെ ചീത്തയാണ്. കഴുതപ്പുറത്തു കയറി ഞാൻ തെക്കോട്ട് സഞ്ചരിക്കുന്നതും സ്വപ്നം കണ്ടു. മരണം അടുത്തിരിക്കുന്നു എന്നാണ് സ്വപ്നഫലം. നീ രാജാവായാൽ എൻ്റെ ജീവിതം സഫലമായി. അനുജൻ ഭരതൻ്റെ ഇംഗിതം എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ജ്യേഷ്ഠനുള്ളപ്പോൾ അനുജന് രാജ്യാവകാശം ഇല്ല. അതിനാൽ നീ രാജാവാകാമെന്ന് സമ്മതിക്കുക തന്നെ വേണം. പലയിടത്തായി നിനക്ക് 100 കണക്കിന് ശത്രുക്കളുണ്ട്. ആരാണ് ശത്രു, ആരാണ് മിത്രമെന്ന് ആർക്കറിയാം? ഞാനുള്ളപ്പോൾ തന്നെ വെൺകൊറ്റക്കുട ചൂടുക, കിരീടം ധരിക്കുക, ചെങ്കോലേന്തുക. ഇന്ന് പുണർദം, ശുഭനക്ഷത്രം. അധിവാസം ചെയ്യാം. നാളെ പൂയം. പ്രഭാതത്തിൽ കൊറ്റക്കുട ചൂടി ചെങ്കോലണിയാം. ഇപ്രകാരം പറഞ്ഞിട്ട് അച്ഛൻ മകന് വിട നൽകി. രാമൻ അന്തഃപുരത്തിലേക്ക് ചെന്നു. കൗസല്യ സഖികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 700 രാജ്ഞിമാരും സന്തോഷത്തിലാണ്. പലവിധ ദ്രവ്യങ്ങളെ കൊണ്ട് റാണി ദേവപൂജ ചെയ്യുമ്പോഴാണ് രാമൻ കടന്നു വന്നത്. രാമൻ അമ്മയെ വന്ദിച്ചു. എന്നിട്ട് തൊഴുകൈകളോടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ രാജ്യം മുഴുവൻ എനിക്ക് തന്നിരിക്കുന്നു. ഇന്ന് അധിവാസം, നാളെ അഭിഷേകം. എന്നെ രാജാവാക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ശുഭവാർത്ത പറയാൻ വന്നതാണ് അമ്മ. വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട് ഇഷ്ടദേവനെ പൂജിച്ചാലും ഈശ്വരൻ എന്നിൽ പ്രസാദിക്കട്ടെ. ഇതുകേട്ട് കൗസല്യ സന്തോഷത്തോടെ രാമന് മംഗളം നേർന്നു. രാമ, നീ ചിരഞ്ജീവിയാവുക. പാർവതീദേവിയും മഹാദേവനും നിനക്ക് തുണയായിരിക്കട്ടെ. ശിവനെ എത്ര കഠിനനിഷ്ഠയോടെ എത്ര പൂജിച്ചിട്ടാണ് നീ എൻ്റെ ഉദരത്തിൽ പിറന്നത്. ശുഭമുഹൂർത്തത്തിലാണ് നീ ജനിച്ചത്. നീ നിമിത്തം ഞാൻ രാജമാതാവാകുന്നു. സപത്നി സുമിത്രയ്ക്ക് എന്നോട് വളരെ സ്നേഹമുണ്ട്. അവളുടെ പുത്രൻ നിന്റെ ഭക്തനാണ്. എല്ലായ്പ്പോഴും നിന്റെ വിജയം ആഗ്രഹിക്കുന്നവനാണ് സുമിത്രാപുത്രൻ. നിന്റെ ഹിതാനുവർത്തി ആയിരിക്കും. കൗസല്യാദേവി ഇത്രയും പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മണനും അവിടെ വന്നു. ലക്ഷ്മണനെ കണ്ട് രാമൻ പുഞ്ചിരിച്ചു. ലക്ഷ്മണൻ കൗസല്യാദേവിയെ കൈകൂപ്പി വന്ദിച്ചു. പരമപ്രേമത്തോടെ തോളിൽ തട്ടിക്കൊണ്ട് രാമൻ പറഞ്ഞു: എൻ്റെ ഭക്തനും ധീരനുമാണു നീ. നീയും ഞാനും രണ്ടല്ല. എനിക്ക് രാജ്യം കിട്ടിയാൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് കാര്യങ്ങൾ നടത്തും.
ഇത്രയും പറഞ്ഞ് രാമൻ വിടവാങ്ങി. റാണിമാരെല്ലാവരും രാമനെ അനുഗ്രഹിച്ചു. ശുഭമുഹൂർത്തത്തിൽ തന്നെ രാമൻ വന്നു. വസിഷ്ഠൻ, നാരദൻ മുതലായവരും എത്തിച്ചേർന്നു. ഉത്തരവനുസരിച്ച് ഒരുക്കങ്ങളെല്ലാം ചെയ്തു രാജാക്കന്മാരെ ക്ഷണിച്ചു കൊണ്ടുവന്നു. രാമൻ രാജാവാകും. എല്ലാവർക്കും വലിയ സന്തോഷം. വിദ്യാധാരികൾ നൃത്തമാടി, ഗന്ധർവന്മാർ പാടി, ലക്ഷം ലക്ഷം വർണ്ണക്കൊടികൾ പറന്നു. നാനാദിക്കിൽ നിന്നും രാജാക്കന്മാർ സൈന്യസമേതം എത്തിച്ചേർന്നു. അയോധ്യയെങ്ങും ഉത്സവപ്രതീതിയായി. ദേശവാസികൾ പാട്ടുപാടി ആനന്ദ നൃത്തം നടത്തി. വീഥികളെല്ലാം അണിഞ്ഞൊരുങ്ങി. സകല വീടുകളും വിവാഹത്തിനെന്നതുപോലെ ഒരുങ്ങി. അയോധ്യാനിവാസികൾ പുതുവസ്ത്രം ധരിച്ചു. മഞ്ഞളും ചന്ദനവും പൂശി എല്ലാവരും ആനന്ദ നൃത്തത്തിലാടി. ദേവന്മാർ സന്തോഷം കൊണ്ട് ആകാശത്തിൽ ആ കാഴ്ചകൾ കാണാനായി അണിനിരന്നു. ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും, ദുർഗാഭഗവതി തുടങ്ങിയ ദേവിമാരും, സർവജനങ്ങളും എല്ലാവരും അധിവാസം കാണാനായി എത്തിച്ചേർന്നു. പുഷ്പവൃഷ്ടിയുണ്ടായി. രാമൻ ഋഷിഗണങ്ങളെ എല്ലാവരെയും കണ്ട് നമസ്കരിച്ചു. വേണ്ടവിധ പൂജകളും നടത്തി. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ശാസ്ത്രവിധി അനുസരിച്ച് അധിവാസം നടത്തുകയാണ്. അച്ഛൻ്റെ സന്നിധിയിൽ വെച്ച് നഹുഷനു മുമ്പിൽ യയാതി എന്നതുപോലെ നീ ചെങ്കോലേന്തണം. വസിഷ്ഠൻ വേദമന്ത്രങ്ങൾ ചൊല്ലി. ലോകമെമ്പും ജയശബ്ദം മുഴങ്ങി. രാമനും സീതയും ഉപവസിച്ചു. ശരീരമാകെ ചന്ദനം പൂശി രത്നവും ധനവും ദാനം ചെയ്തു. അധിവാസകർമ്മം ശുഭമുഹൂർത്തത്തിൽ പൂർണ്ണമായി എന്ന് വസിഷ്ഠൻ അറിയിച്ചു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു വരികയാണ്. ഒരുപാട് ചടങ്ങുകൾക്ക് ശേഷമാണ് പട്ടാഭിഷേകം നടത്തുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് അധിവാസം പോലുള്ള ചടങ്ങുകൾ. ഒരുപാട് പൂജാകർമ്മങ്ങളുണ്ട്. പല വിധത്തിലുള്ള ദേവന്മാരെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിതൃക്കളെ തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പൂജകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യാനിവാസികൾ വിചാരിച്ചു, രഘുപതി രാജാവാകും. ജനങ്ങളുടെ ക്ലേശങ്ങൾക്കെല്ലാം അറുതി വരുത്തും. ദുഃഖങ്ങൾ ഇനി ഉണ്ടാവുകയില്ല. ആർക്കും ഭയം വേണ്ട. എല്ലാവർക്കും ആനന്ദമായിരിക്കും. രാമനാമം കൊണ്ട് നിർവൃതി നേടാം. ശ്രീരാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തിക്കൊടുക്കും. എല്ലാവർക്കും വൈകുണ്ഠവാസം നൽകും. അയോധ്യ വൈകുണ്ഠം പോലെയാകും. ഇങ്ങനെ വിചാരിച്ച് എല്ലാവരും ആനന്ദ നടനത്തിലായി. അയോധ്യയിലുള്ളവരൊക്കെ എല്ലാ ദുഃഖങ്ങളും വെടിഞ്ഞു. സന്തോഷത്താൽ മനസ്സു നിറഞ്ഞു. നാനാ വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ട് എല്ലാവരും ദേവീദേവന്മാരെ പോലെയായി. ആനന്ദത്തോടെ വീണ്ടും വീണ്ടും ജയശബ്ദം മുഴക്കി. ഹരേ കൃഷ്ണ. അയോധ്യാകാന്ഡത്തിലെ ഈ ഭാഗം വളരെ പ്രധാനമാണ്. നമ്മൾ വിചാരിക്കും ഇത് ഒരു ലളിതമായ വിവരണം, അതായത് പട്ടാഭിഷേകത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ലളിതമായ വിവരണം മാത്രമാണെന്ന്. പക്ഷെ അങ്ങനല്ല. ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗം കേട്ടാൽ, ഈ ഭാഗം പഠിച്ചാൽ, പറഞ്ഞു കൊടുത്താൽ സകല ദുഃഖങ്ങളും മാറുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഭാഗം വായിക്കാൻ പറ്റുന്നെങ്കിൽ വായിക്കുക. മറ്റുള്ളവർക്ക് ഈ ഭാഗം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം.
നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. അതൊരു പുണ്യം തന്നെയാണ്. ഹരേ കൃഷ്ണ.